സർക്കാർ ഓഫീസുകളിൽ മിക്കപ്പോഴും മനം മടുപ്പിക്കുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ മനസ്സിന് കുളിർമ നൽകി സൂര്യകാന്തി പൂക്കൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസുണ്ട് ഇടുക്കിയിൽ. കമ്പംമെട്ട് തൂക്കുപാലം അന്തർ സംസ്ഥാന പാതയുടെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ഈ വില്ലേജ് ഓഫീസ് ഇപ്പോൾ നാട്ടുകാരുടെ മാത്രമല്ല വിനോദസഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇടുങ്ങിയ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്തിരുന്ന കരുണാപുരം വില്ലേജ് ഓഫീസ് കഴിഞ്ഞ വർഷമാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി നവീകരിച്ച് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയത്. കെട്ടിടം കഴിഞ്ഞ് 10 സെന്റിലധികം ഭൂമിയായിരുന്നു വില്ലേജ് ഓഫീസിന് ഉണ്ടായിരുന്നത്. ഈ ഭൂമി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ മേഖലയിൽ ആദ്യം വാഴകൃഷി നടത്തി. പിന്നീട് ഇടവിളയായി പയറും കൃഷി ചെയ്തു. ഇവ രണ്ടും വിജയിച്ചതോടെ പരീക്ഷണാർത്ഥം സൂര്യകാന്തി നട്ടുവളർത്തി. പക്ഷേ നിരാശയായിരുന്നു ഫലം. എങ്കിലും ഉദ്യോഗസ്ഥർ പിന്നോട്ട് പോയില്ല. മൂന്നാമത്തെ ഉദ്യമത്തിൽ സംഭവം വിജയിച്ചു. കൃഷി എന്ന് പറഞ്ഞാൽ ഉടുമ്പൻചോല താലൂക്കിൽ ഈ കരുണാപുരം വില്ലേജിന് ഏകദേശം 10 സെന്റോളം സ്ഥലമുണ്ട്. അപ്പം കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മിച്ചം വന്ന് കിടന്ന വസ്തുക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം തന്നെ വാഴ നട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടവേളയായിട്ട് ചെറിയ പയർ നട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളുടെ ടൂറിസ്റ്റ് സീസണും കാര്യങ്ങളും ആയപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് സൂര്യകാന്തി നട്ടത്. ആദ്യം നട്ടത് ഫലപ്രദമായി. മൂന്നാമത് നട്ടപ്പോൾ നല്ല ഈൽഡ് കിട്ടി, നല്ല പൂ കിട്ടി. അപ്പം വരുന്ന ഓഫീസിലേക്ക് വരുന്ന ആളുകൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു കണ്ണിനും ഒരു കുളിർമയേകുന്ന രീതിയിലുള്ള കാഴ്ചയാണ്. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ അന്തർ സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഇവിടം ഇഷ്ടകേന്ദ്രമായി മാറുകയാണ്. എന്താണെങ്കിലും കരുണാപുരം വില്ലേജ് ഓഫീസിൽ ഇപ്പോൾ എത്തുന്നവർ അപേക്ഷകൾ നൽകുവാൻ മാത്രമല്ല ഫോട്ടോ എടുക്കുവാനും സൂര്യകാന്തി ചെടികളുടെ ഭംഗി ആസ്വദിക്കുവാനും കൂടിയൊക്കെയാണ് എത്തുന്നത്. കരുണാപുരം വില്ലേജ് ഓഫീസ് പേരിൽ മാത്രമല്ല സ്മാർട്ടായത്, പരിസരവും അതിഗംഭീരമായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മനോഹരമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന സഞ്ചാരികൾക്കും നിറ കാഴ്ച സമ്മാനിക്കുകയാണ് ഈ സൂര്യകാന്തി പാടം. കരുണാപുരത്ത് നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.